ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫെയറിടെയിൽ ലവ് സ്റ്റോറിയാണ്. വഴിയെ പോയൊരു ശബത്തെ വിളിച്ചു വീഴ്ത്തി ലിഫ്റ്റ് കൊടുത്ത് അതിൻ്റെ പുറകെ കൂടെ അവിടെ കൂട്ടുകാരനെയും കുരുക്കി പിന്നെ അവസാനം അവർ തമ്മിലൊരു പ്രണയമാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. എപ്പോഴത്തെയും പോലെ വളരെ സുന്ദരമായിട്ടുള്ള നായികയും കാണിച്ചിട്ടാണ് നമ്മുടെ പടം തുടങ്ങുന്നത്. ഇന്ന് നമ്മുടെ നായികയുടെ 18ാമത്തെ ബർത്ത്ഡേയുടെ ആഘോഷം. അവളുടെ അച്ഛൻ ഭയങ്കര ഒരു പണക്കാരനായതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേ ഭയങ്കര സെറ്റപ്പിലാണ് നടത്തുന്നത്. വളരെ പണക്കാരായതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേ ഒരു രാജകുമാരിയെ പോലാണ് നടത്തുന്നത്. ആഹാരവും ഫുഡും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സെറ്റപ്പിലാണ് ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നായികയുടെ പേര് മിയ എന്നാണ്. അവിടെ വെച്ച് മിയയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനായ റാമിനെ കാണിക്കുന്നുണ്ട്. ഇവരുടെ തമ്മിൽ നല്ല കൂട്ടാണെന്ന് ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവളുടെ അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പുതിയൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് അവളുടെ അമ്മയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡൈവോഴ്സ് ആണെങ്കിൽ കൂടെ സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് കാമുകിയെ വിളിച്ചുകൊണ്ട് വന്നത് ആ അമ്മയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണെന്ന് കൂടി ഓർക്കാതെ അമ്മ അവിടെ നിന്ന് ഭയങ്കര വയലൻ്റ് ആകുന്നുണ്ട്. അവസാനം അടി മൂത്ത് ഭർത്താവിൻ്റെ കാമുകിയുടെ മോന്തക്കെട്ടും അവർ അടി കൊടുക്കുന്നുണ്ട്. പലരും പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ പുറകെ നിൽക്കുന്ന അമ്മച്ചി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഭയങ്കരമായിട്ട് ആ അമ്മച്ചിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നായികയ്ക്ക് ഇത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. സ്വന്തം ബർത്ത്ഡേ വന്ന് തന്നെ അമ്മ ഇത്രയും വയലൻ്റ് ആയല്ലോ, അച്ഛൻ്റെ കാമുകിട്ട് നല്ല പാഞ്ചിയല്ലോ എന്നോർത്ത് നമ്മുടെ നായിക ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള റാം അവിടോട്ട് വന്ന് നായികയുടെ അടുത്തേക്കാണ്. അപ്പം നായിക പറയാണ്, ഞാൻ എന്തായാലും പ്രേമിച്ച് കിടത്തില്ല. ലാസ്റ്റ് ഇത് കണക്ക് അടി ഇടിയും വെട്ടും കുത്തൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രേമിച്ച് കെട്ടത്തില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച് കെട്ടിയതാണ്. എന്നിട്ട് അവർ അടി ഇടിയാണ്. ഞാനും ഇത് കണക്ക് ആരെങ്കിലും പ്രേമിച്ചിട്ട് ലാസ്റ്റ് അടി ഇടി ആയാലോ. അതുകൊണ്ട് എനിക്ക് പ്രേമിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുന്ന പോലും ഇഷ്ടമല്ല. ഞാൻ എന്തായാലും പ്രേമിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ നായിക നമ്മുടെ റാമിനോട് പറയുന്നുണ്ട്. റാം ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിയയുടെ അച്ഛൻ കയറി വരുന്നുണ്ട്. അച്ഛൻ കയറി വന്നിട്ട് മോളെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് നടക്കാത്തത് കൊണ്ട് അച്ഛൻ അവസാനത്തെ പ്രക്രിയ എന്ന നിലയ്ക്ക് ഒരു ഡയമണ്ടിൻ്റെ ആണോ വജ്രത്തിൻ്റെ ആണോ അറിയത്തില്ലെങ്കിലും നല്ലൊരു മാല എടുത്ത് കാണിക്കുന്നുണ്ട്. കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വാട്ടെ മാല എന്ന രീതിയിൽ നമ്മുടെ നായിക അതെല്ലാം ക്ഷമിച്ച് മറന്നു പോകുന്നുണ്ട്. കൂടാതെ നിനക്ക് ഞാൻ അവിടെ ഒരു ഐലൻഡ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പോയി ചില്ലാവ് കൂട്ടുകാരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കുത്തിമറന്ന സന്തോഷം ഓർത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുന്ന മിയ നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് കൂട്ടുകാരുമായിട്ട് മിയ ആ ദ്വീപിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവർ ബോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയും ഓടുകയും നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ റാം നായികയുടെ കൂടെ പോയിട്ടുണ്ട്. കാരണം മിയയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ റാമാന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ കൂട്ടായിട്ടുള്ളത്. അങ്ങനെ മിയ വരുന്നതിന് മുന്നേ മിയയുടെ കൂട്ടരെല്ലാം നീന്തി തുടിക്കുമ്പോൾ അപ്പം മിയക്കും ചേടാ ഇവന്മാരെ ഞാൻ കൊണ്ടുകൊണ്ട് എല്ലാം കൂടെ എന്നെ കളഞ്ഞിട്ട് പോയെന്ന്. അപ്പം മിയക്ക് പുറകിൽ ആരോ നിൽക്കുന്നില്ലേ എന്ന് തോന്നി തിരിയുമ്പോൾ കാണാൻ ഒരു അമ്മച്ചി. അപ്പോഴത്തേക്ക് മിയ ആകെ പേടിച്ചിട്ട് അയ്യാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തോ സംസാരിക്കാൻ വരുന്നതിന് മുന്നേ മിയ പറയാം, അയ്യോ എൻ്റെ കാശില്ല അമ്മച്ചി, എൻ്റെ കാശില്ല, ഞാൻ പിച്ചക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അമ്മച്ചി പറയുന്നുണ്ട്, ഞാൻ കാശിനൊന്നും അല്ല വന്നത്, നീ കടലിൽ ഇറങ്ങും, നീ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു ചിപ്പി കാണും, നീ ആ ചിപ്പി എടുക്കാൻ പോവും, നീ ആ ചിപ്പി എടുത്താൽ നീ മത്സ്യകന്യകയാകും എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി ഭയങ്കര സീരിയസിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന മിയക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. എന്തോന്ന് ഞാൻ മത്സ്യകന്യക ആവാനോ എന്നുള്ള രീതിയിൽ മിയ ഭയങ്കരമായിട്ട് അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. മിയയ്ക്ക് ചിരി അടക്കാൻ പറ്റാതെ മിയ പറഞ്ഞ്, ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ അല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അമ്മച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നുണ്ട്. പണ്ട് ഇവിടെ ഒരു മത്സ്യകന്യകയും മത്സ്യകന്യകരും ഉണ്ടായിരുന്നു. ഇവരുടെ തമ്മിൽ ഭയങ്കര ലവായിരുന്നു. അങ്ങനെ സ്നേഹം കാരണം ഇവർ ഒരുപാട് നേരം ഒന്നിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി കഥ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മിയ പറയും, മതി ഇത്രയും കഥയൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ളത്, അമ്മച്ചി പറയാൻ പോകുന്ന കഥ എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിയ മൈൻഡ് ചെയ്യാതെ ഞാൻ പോന്നു, അപ്പം നിങ്ങൾ അവിടെ നിന്ന് കഥ പറഞ്ഞോ എന്ന രീതിയിൽ ബാഗും സാധനവും എല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് മിയ നീന്തി തുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ചാടി പോകുമ്പോഴത്തേക്കും മിയയുടെ കൂട്ടുകാരെല്ലാവരോടും ഇങ്ങ് തിരിച്ചു പോരും. അപ്പം മിയ ഒറ്റയ്ക്ക് പിന്നെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റാം വിചാരിക്കുന്നത്, ഷെടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മിയ എവിടെ പോയി, നമ്മളെല്ലാം കരയിൽ കയറിയിട്ട് മിയ കാണാനില്ലല്ലോ എന്ന്. കാരണം മിയയുടെ ഫാമിലി ഫ്രണ്ടാണ് റാം. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ ഉത്തരവാദിത്വവും ഇവൻ്റെ മണ്ടയ്ക്കാണ് അവരുടെ വീട്ടുകാരെല്ലാം കൊണ്ടുവച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂട്ടിൽ അടക്കം പൊട്ടിയ പോലെ ഇവൻ ചാടുതുള്ളി വെള്ളത്തിലോട്ടിറങ്ങി നീന്തി മിയൻ തിരക്കി പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് മിയ നീന്തിയില്ല അമ്മച്ചി പറഞ്ഞ പോലെ ഒരു കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ട് നല്ല ലവ് ഷേപ്പിൻ്റെ ഒരു കല്ല് ദൂരന്നേ കണ്ട് നീന്തി ആ കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ട് ആ കല്ല് പോയങ്ങ് എടുക്കും. ആ കല്ല് എടുക്കുമ്പോൾ ശാപം കിട്ടുമെന്ന് അമ്മച്ചി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മിയ അതൊന്നും മൈൻഡ് ആക്കിയത് പോലുമില്ല. അവൾ അതിനെപ്പറ്റി ഓർത്തതുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കല്ലെടുത്ത്
അപ്പോൾ ചുറ്റും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ അപ്പുറം ഇപ്പുറം തലങ്ങും വിലങ്ങും നോക്കുമ്പോൾ കുറേ ജെല്ലി ഫിഷുകൾ ചാടി ചാടി അവിടെ അടുത്തോട്ട് വരുന്നു. ചേട്ടാ ഇവന്മാരെല്ലാം കൂടെ എന്തോ എൻ്റെ അടുത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവൾ നീന്തി തുള്ളി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിനവൾക്ക് പറ്റുന്നില്ല. പേടിച്ചുകൊണ്ട് തന്നെ ബോധം കൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. മുങ്ങിച്ചാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റാം ദൂരെ നിന്ന് കണ്ടുകൊണ്ട് നീന്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ മിയയും പൊക്കിയെടുത്ത് കരയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവൾ പടവായേനെ. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവൾക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൾ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന റാം ഷെടാ ഇവളെ പോയി രക്ഷിച്ചും പോരെ, ഇവളെ വായിരിക്കുന്ന കേൾക്കണമെന്ന് ചോദിച്ചുകൊണ്ട് എന്തോ പറ്റി നിനക്കെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ വെള്ളത്തിനടിയിൽ പോയപ്പോൾ കുറേ ജെല്ലി ഫിഷ് എന്നെ കുത്താൻ വന്ന് ജെല്ലി ഫിഷ് എൻ്റെ ചുറ്റും കിടന്ന് ഓടി ഞാനൊരു കല്ലെടുത്ത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൻ വിശ്വസിക്കുന്നില്ല. കാരണം അവൻ അവിടെ പോയ സമയത്ത് ജെല്ലി ഫിഷ് പോയിട്ട് ജെല്ലി ഫിഷിൻ്റെ പൂട് പോലും അവൻ കാണാത്തതുകൊണ്ട് അവനത് തീരെ വിശ്വസിക്കുന്നില്ല. അവൾ പിന്നെയും അതും ഇതും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആരും അവൾ പറയുന്നതൊന്നും മൈൻഡാക്കാൻ തുടങ്ങിയില്ല. പെണ്ണ ഇതൊക്കെ നിന്റെ തോന്നലാന്നും പറഞ്ഞ് മിയെ നമ്മുടെ റാം സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മിയ വിചാരിക്കുന്ന ചേട്ടാ കണ്ണിന് മുന്നിൽ കണ്ട സാധനങ്ങൾ എങ്ങനെ തോന്നലാവുന്നതെന്ന്. എന്നിട്ട് അവർ കെട്ടും കിടക്കുകയും എല്ലാം പറക്കിക്കൊണ്ട് അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ഒരാവശ്യമില്ലാതെ നമ്മുടെ നായിക തിരിഞ്ഞു നോക്കുമ്പം ആ അമ്മച്ചി മലയുടെ മണ്ടയിരുന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ നായിക കാണുന്നുണ്ട്. അപ്പം മിയ പറയുന്നുണ്ട് ഡേയ് ഇതോ നോക്കടയില്ല അവിടെ ആൾ നിൽക്കുന്നിടയിൽ നിന്ന്. അപ്പോൾ അവന്മാരെല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് കൊണ്ട് ആരുടെ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ മലയുടെ മണ്ടയിൽ മലയല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. തലങ്ങും വിലങ്ങും നോക്കുന്നില്ലാതെ അവിടെ ഒരു അമ്മച്ചി പോയിട്ട് ആട്ടുംകുട്ടി കൂടി ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് മിയ വിചാരിക്കും ചേടാ എനിക്ക് കാണുന്ന കാര്യങ്ങൾ എന്താ ഇവന്മാർക്ക് കാണാത്തെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ പോട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് മിയയുടെ കൂട്ടുകാരും എല്ലാവരും ആ ദ്വീപിൽ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തുന്നു. ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചിട്ട് എനിക്ക് എന്തോരോ വയ്യാത്ത പോലുണ്ട്, എന്തോ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്ന രീതിയിൽ നമ്മുടെ മിയ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അമ്മ പറയുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യ് റാമിനെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ മിയ പറയുന്നുണ്ട്. കാരണം മിയയ്ക്ക് നമ്മുടെ റാമിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും മിയയ്ക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോളും കട്ട് ചെയ്തിട്ട് അവൾ നേരെ റൂമിലോട്ട് പോയി കിടക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ കിടക്കാൻ നേരത്ത് അവളുടെ കാലിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു സാധനം അവൾ കാണുന്നുണ്ട്. ഇനി വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടി കൊണ്ട് കാലിൽ എന്തെങ്കിലും വന്നേയിരിക്കും എന്ന് വിചാരിച്ച് അവളത് മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ശരി എങ്കിൽ എന്നാൽ കിടന്നേക്കാവുന്ന രീതിയിൽ അവൾ കയറി കിടക്കും. പിറ്റേന്ന് രാവിലെ എണീച്ച് മിയ നല്ല ഉരുണ്ട് കുത്തി താഴോട്ട് പോരുന്നുണ്ട്. താഴെ വീണപ്പോഴാണ് അവൾ ആ കാര്യം കാണുന്നത്. അവൾക്ക് കാലില്ല, കാലിന് പകരം വാലാണ്. അത് കണ്ട് അവൾ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്, പേടിച്ച് വല്ലാതെ പേടിക്കുന്നുണ്ട്. ചേട്ടാ എൻ്റെ കാലെവിടെ പോയി, ഇതെന്ത് വാല് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അവൾ വിളിച്ച് പോകുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വാ വാ എന്ന്. പ്രത്യേകിച്ച് ആരും വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവളുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കും. പക്ഷേ അവളുടെ അച്ഛൻ്റെ കാമുകിയായിരിക്കും ഫോൺ എടുക്കുന്നത്. ഇവൾ മത്സ്യകന്യയായതുകൊണ്ട് തന്നെ പാട്ട് പാടുന്ന പോലെയാണ് ഇവൾ സംസാരിക്കുന്നത്. അച്ഛൻ വരുമ്പോൾ കൊടുക്കണേ എന്നുള്ള രീതിയിൽ അവൾ പാട്ട് പാടുന്നുണ്ട്. അതുപോലെ അച്ഛൻ വരുമ്പോൾ കൊടുക്കാം എന്ന രീതിയിൽ അവർ ഇങ്ങോട്ടും പാട്ട് പാടുന്നുണ്ട്. ഈ പെണ്ണിത് എന്തിന് പറ്റി എന്ന രീതിയിൽ അവർ കോളും കട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഇനി ഇത് തോന്നലാണോ എന്നൊക്കെ വിചാരിക്കുമ്പം അവളുടെ വശക്ക് പൂച്ച വന്നിട്ട് ചാടി വാലിലോട്ട് കയറുന്നുണ്ട്. അവൾ ഒറ്റ തട്ട് കെട്ടുമ്പോൾ തേറിച്ച് പൂച്ചയുടെ പാട്ടിന് പോകുന്നുണ്ട്. പിന്നെ നീന്തി 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 അവൾ താഴോട്ട് വരുമ്പം ചറ പറ അറിഞ്ഞും പുറഞ്ഞും പൂച്ച. ഇനി കടിച്ച് പറിക്കണ്ടല്ലോ എന്നോർത്ത് അവൾ പൂച്ചകളുടെ കണ്ണിൽ പെടാതെ എങ്ങനെയൊക്കെയോ മാറി നിന്ന് വേറൊരു മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ റാം നിന്ന് ശൂശി പോവുകയാണ്. അവനാണെങ്കിൽ എന്താണ് ഒച്ചയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി അവളെ കണ്ടപ്പോഴേ പേടിച്ച്. അവനെ കണ്ടപ്പോഴേ അവളും പേടിച്ച്, കാരണം അവൻ സിബിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ വന്നിരുന്നിട്ട് അവളെ വാലിൻ്റെ ചന്തമൊക്കെ നോക്കിയിട്ട് ആഹാ ഇത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഈ വാലെങ്ങനെ പഴയ പോലെ ആക്കുമെന്ന് അവർ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയാലൊന്നും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു വാർത്തയാവും. വാർത്തയായി കഴിഞ്ഞാൽ ഇവൾ ഫേമസ് ആവും. ഫേമസ് ആയി കഴിഞ്ഞാൽ ഇവളെ പിന്നെ വല്ല ഗവേഷകരൊക്കെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ ഓപ്പറേഷൻ ചെയ്യും, വല്ലതൊക്കെ ചെയ്ത് നോക്കും എന്നൊക്കെ പേടിച്ചിട്ട് അവർ ആ ഐഡിയ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റാം ഭയങ്കര ബുദ്ധിപരമായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിയുടെ അങ്ങേ അറ്റത്ത് നിന്ന് അവനൊരു ഐഡിയയും കൊണ്ട് വരുന്നുണ്ട്. ഈ നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഫെയറി ടെയിലൊക്കെ ഉള്ളത് പോലെ തവളെ കിസ് ചെയ്ത് രാജകുമാരിയാക്കുന്നത് പോലെ അതുപോലെ തന്നെ ഒറിജിനലി യഥാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആരെങ്കിലും വന്ന് കിസ് ചെയ്ത് കഴിഞ്ഞാൽ മിയയുടെ കാല് തിരിച്ചു വരുമെന്നാണ് നമ്മുടെ റാമിൻ്റെ കണ്ടുപിടുത്തം. അത് കേൾക്കേണ്ട താമസം ആ പൊട്ടിപ്പെണ്ണ അത് വിശ്വസിച്ചിട്ട് ആ ശരിയാണ്, എന്നെ ആരെങ്കിലും പ്രേമിച്ചിട്ട് ഉമ്മ വെച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് കാല് വരുമെന്ന് പറഞ്ഞ് അവൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ റാമിൻ്റെ ഡയലോഗുകൾ കേൾക്കുമ്പോഴാണ് മിയയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. ആ ദ്വീപിൽ വെച്ചിട്ട് ഒരു അമ്മച്ചി എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ അമ്മച്ചി ഇതുപോലെ രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ അമ്മ കിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ മിയ ആലോചിക്കുന്നത്. അപ്പം ഇവൻ പറയുന്നത് സത്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നും അവൾ വിശ്വസിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ആ ദ്വീപിൽ വെച്ച് കണ്ട അമ്മച്ചിയെ പോയി കണ്ടാൽ എന്താ എന്നുള്ളൊരു ചിന്ത വരുന്നത്.
അപ്പം പിന്നെ നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയി ആ അമ്മച്ചിയെ കാണാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇവർ രണ്ടുപേരും കൂടെ ആ ദ്വീപിലേക്ക് പോവാണ്. മിയെ ഒരു കസേരയിലൊക്കെ ഇരുത്തിയിട്ടാണ് നമ്മുടെ റാം കൊണ്ടുവന്നത്. കാരണം അവളുടെ കാല് ഇപ്പോഴും മത്സ്യകന്യയുടെ പോലെ മീനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരറിയുന്നത് ആ ദ്വീപിൽ ഒരു ഫ്ലൈറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് വീണ് അങ്ങനെ ഒരു പൈലറ്റും ഫേമസ് ആയിട്ടുള്ളൊരു DJക്കാരനും കാണാനില്ല, അവരെവിടെ പോയെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ മിയയുടെ മനസ്സിലൊരു ഐഡിയ വരുന്നത്. ചേട്ടാ, ആ DJക്കാരൻ ഞാൻ ഉദ്ദേശിക്കുന്ന DJക്കാരനാണോ? അങ്ങനെയാണെങ്കിൽ ആ DJക്കാരൻ എന്നെ അവിടെ വെച്ച് ഭയങ്കര നോട്ടമൊക്കെ ആയിരുന്നു, ഞാനും അവനെ അവിടെ വെച്ച് ഭയങ്കര നോട്ടമായിരുന്നു. ആ സ്ഥിതിക്ക് ഉറപ്പായിട്ടും എനിക്ക് അവൻ തമ്മിൽ ലവായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എനിക്ക് പ്രണയത്തോടൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഴയതുപോലെ വീണ്ടും ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിയ കിടന്ന് ഭയങ്കര ചാട്ടത്തോടെ ചാട്ടം. അതുകൊണ്ട് തന്നെ അവൾ പോയി ആ DJയെ കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടാക്കി കെമിസ്ട്രി ഉണ്ടാക്കി വർക്കൗട്ട് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിയ നീന്തി തുടിച്ച് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതിനകത്തിരുന്ന് ഇവർ തമ്മിൽ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. മിയ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവനെ കണ്ടുപിടിക്കും, ഞങ്ങൾ തമ്മിൽ ലവ് ആവും, അവൻ എന്നെ കിസ് ചെയ്യും, എനിക്ക് കാല് വരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് ആണ്. അങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോഴത്തേക്കും മിയയ്ക്ക് വിളിക്കാൻ പറ്റില്ല. പിന്നെ മിയ മീനായതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അടുത്ത് തന്നെ പൈലറ്റിനെ കിട്ടി. പൈലറ്റിനെ കണ്ടുപിടിച്ച് അവൾ കരയെ കൊണ്ടാക്കിയതിന് ശേഷം അവൾ DJ കണ്ടുപിടിക്കാൻ പോകും. കാരണം എന്നാലല്ലേ അവളുടെ പ്രണയം പൂവണിയത്തുള്ളൂ. അങ്ങനെ അവൾ DJ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ദ്വീപിലാണ് ചെന്നെത്തുമ്പോൾ DJ അവിടെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും മിയ ഭയങ്കര കാൽക്കുലേഷൻ, ഇവൻ ഉണരുന്നു, എന്നെ കണ്ട് ഇഷ്ടം തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നു, കിസ്സടിക്കുന്നു, കാല് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മിയ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് അവൻ ഉണരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് അവൻ്റെ മുന്നിൽ ഭയങ്കര സ്റ്റൈലിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ അവളുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കും. അവനൊന്ന് എണ്ണിച്ചിട്ട് അതുപോലെ തന്നെ കിടക്കും. അപ്പം നമ്മുടെ മിയ, ചേടാ ഇത്ര നേരം കാണിച്ചത് ചുമ്മാതായിപ്പോയോ, എന്നാൽ പിന്നെ ഇവൻ എണ്ണിക്കുന്ന വരെ കാത്തിരിക്കാമെന്നും പറഞ്ഞ് അവളവിടെ കുത്തിയിരിക്കും. പിറ്റേന്ന് നേരം വെളുത്ത് എണ്ണിക്കുമ്പോൾ കാണാം അവളുടെ കാല്. ചേടാ എനിക്ക് കാല് വന്നോ, അപ്പോൾ അവൻ എനിക്ക് കിസ്സ് തന്നോ, എല്ലാം സെറ്റായോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിയ ഭയങ്കരമായിട്ട് ചാടി തുള്ളി മറിയുമ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്. മീനായതുകൊണ്ട് തന്നെ അവൾക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം അവൾക്ക് വാലും ചിറകൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവൾ മനുഷ്യനായതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്ത് ഒരു തുണ്ട് തുണിയില്ല. ചേട്ടാ എന്നെ ആരും കാണല്ലേ എന്ന രീതിയിൽ നമ്മുടെ മിയ എങ്ങോട്ട് ഓടും, കടലിലോട്ട് ചാടണോ അതോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും കയറണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഓടി ചാടി ചെന്ന് ഒരു പാറയുടെ പുറകെ പോയി ഒളിച്ച് നിൽക്കും. അപ്പം നമ്മുടെ മിയയെ കാണാത്ത റാമാണെങ്കിൽ കുറേ റെസ്ക്യൂ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ DJയെ കണ്ട് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ റാമിന് എവിടെ പോയി മിയ എന്ന രീതിയിൽ സംശയം വരുവാണ്. അങ്ങനെ അവിടെ കിടന്ന് വിളിക്കുമ്പോഴത്തേക്കും മിയ പാറയുടെ ചോട്ടിൽ നിന്നിട്ട് ഉടുപ്പ് താ എന്ന് പറയും. അപ്പോൾ അവന് കാര്യം മനസ്സിലായിട്ട് അവൻ ഉടുപ്പൊരി അവൾക്ക് കൊടുക്കും. അത് നമ്മുടെ DJയും പൊക്കി എടുത്തുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. DJ രക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിയ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. മിയ അവനെ രക്ഷിച്ചു എന്നുള്ളതൊക്കെ പേരിൽ ഭയങ്കര വൈറലാവുന്നുണ്ട്. തൊട്ട് പുറകിൽ മണിയും തുണിയൊന്നും ഇല്ലാതെ നമ്മുടെ റാമൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മിയ ആണെങ്കിൽ ഷെടാ എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ വൈറലായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുളിര് കൊള്ളുന്നുണ്ട്. അങ്ങനെ ഇവളുടെ കൂട്ടുകാരിയുടെ കൂടെ ഷോപ്പിംഗ് മോളിൽ പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ റൂമിൽ കയറിയിട്ട് ഓരോരോ ഉടുപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇന്നലെ കാലി വന്ന പോലെ സംഭവം. അപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി, ഇങ്ങനെയാണെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരുന്നു. പെട്ടെന്ന് അവൾ റാമിനെ വിളിക്കുന്നുണ്ട്. എടാ വേഗം വാടാ, എൻ്റെ കാല് വീണ്ടും മീനായടാന്ന് പറഞ്ഞ് റാമിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. നമ്മുടെ റാമാണെങ്കിൽ അവിടെ ഭീകരമായിട്ടുള്ളൊരു ഷൂട്ടിലൊക്കെ ആയിരുന്നു. പക്ഷേ അവൾ വിളിച്ച് പറയുമ്പോൾ എങ്ങനെ പോവാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റാം അണ്ണാ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് നമ്മുടെ മിയ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിയയും തൂക്കിയെടുത്ത് വലിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കാലൊന്നും കാണിക്കാത്ത രീതിയിൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ഇവർ വാലിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ്. ഇതെന്താണ് വീണ്ടും ഇങ്ങനെ വന്നത്, ഇന്നലെ പോയതായിരുന്നല്ലോ, ഇന്നലെ അവൻ എന്നെ കിസ് ചെയ്തുകൊണ്ടാണോ പോയത്, അങ്ങനെ അവൻ എന്നെ ട്രൂ ലവോട് കിസ് ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് ഈ വാല് വീണ്ടും തിരിച്ചു വരും എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ തമ്മിൽ ഭയങ്കര ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ DJ പോയി കണ്ടു കളയാമെന്നും പറഞ്ഞ് ഇവർ DJ കാണാൻ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് DJ നോക്കുമ്പോൾ DJ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട്. അവരുടെ കൂട്ടുകാരി സിംഗിൾമണികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ ഇവളുമാരൊക്കെ വീണ്ടും വന്നോ എന്ന രീതിയിൽ നമ്മുടെ മിയെ റാമും എല്ലാവരും നോക്കുന്നുണ്ട്. മിയ ആണെങ്കിൽ കസേരയിൽ നിന്ന് ഉരുണ്ട് വീണു, മണ്ടയിൽ നിന്ന് ഉരുണ്ട് വീണു എന്നൊക്കെ പറഞ്ഞ് റാം ചുമ്മാ നുണയൊക്കെ പറയുന്നുണ്ട്. കാരണം അവളെ കാല് മീനായുണ്ട്. അതുപോലെ തന്നെ മിയ ഒന്നും മിണ്ടുന്നുമില്ല. കാരണം അവളുടെ സൗണ്ട് ഇപ്പോൾ പാട്ട് പോലെയാണ് വരുന്നത്. അതുകൊണ്ട് അവൾക്ക് വയ്യാന്ന രീതിയിൽ എല്ലാവരും ആക്കി വെച്ചിട്ട് റാം അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചാന്ദിനാണെങ്കിൽ ചേട്ടാ ഈ DJ എവിടെ, ഇവനെ കണ്ടിട്ട് വേണം എൻ്റെ കാല് എനിക്ക് തിരിച്ചെടുക്കാവുന്ന രീതിയിൽ നോക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ റാം അവൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയി അലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിയയാണെങ്കിൽ ആൾക്കാരുടെ ചാട്ടത്തിൽ
ഓട്ടത്തിൻ്റെയും തുള്ളത്തിൻ്റെ ഇടയ്ക്ക് പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഊരിൻ്റെ താഴെ പോകുന്നുണ്ട്. എന്തോ ഭാഗത്തിന് അവളുടെ കാലാരും കാണുന്നില്ല. പക്ഷേ നമ്മുടെ റൊമാൻറ്റിക് മൂവിയിലൊക്കെ കാണുന്നത് പോലെ ആ സമയത്ത് നമ്മുടെ DJ വരുന്നുണ്ട്. DJ വന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ മിയെ പൊക്കിയെടുത്ത് കസേരയിൽ ഇരുത്തുന്നുണ്ട്. നമ്മുടെ DJ അവിടുന്ന് ഭയങ്കര സ്ലോ മോഷനിലൊക്കെ നടന്ന് നമ്മുടെ മിയയുടെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് തറയിൽ കിടക്കുന്ന മിയെ പറക്കിയെടുത്ത് കസേരയിൽ ഇരുത്തിക്കൊണ്ട് നമ്മുടെ DJ പുറത്തിറങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കാണാം നമ്മുടെ റാം അവിടെ വന്നിട്ട്, ചേട്ടാ ഈ മിയ എങ്ങോട്ട് പോയി, ഇവളെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണല്ലോ, എന്നിടയ്ക്ക് ഇവളെവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പുറത്തെല്ലാം ഇറങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ അവളെ കാണുന്നില്ല. ഈ വീൽ ചെയറും കൊണ്ട് ഇവൾ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ദോ ഇരിക്കുന്നു നമ്മുടെ മിയ നമ്മുടെ DJയുടെ കൂടെ. ചേട്ടാ ഇവൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ അടുത്ത് വന്നു, ഇവൻ എവിടെ നിന്ന് പൊട്ടിമുളച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റാം നോക്കി നിൽക്കുന്നുണ്ട്. റാമിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റാമിൻ്റെ നോട്ടം കണ്ടാൽ അറിയാം. മിയ ഒരു വിധത്തിൽ കാല് വയ്യ തൊണ്ട വയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ DJ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും DJയുടെ മനസ്സിൽ ലവ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കാല് തിരിച്ച് വരുത്തണം, ഇതൊക്കെയാണ് മിയയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മിയ ഭയങ്കര ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് അവൻ്റെ ഉള്ളിൽ എങ്ങനെ ലവ് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കുന്നുണ്ട്. എന്ത് പറ്റി കാലിൽ നിന്ന് നിൽക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന വഴിക്ക് എൻ്റെ കാല് ഡാമേജായി എന്നൊക്കെ മിയ കള്ളം പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അമ്മ അങ്ങോട്ട് സ്നേഹിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ റാം വന്നിട്ട്, എന്നാൽ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് പോകാൻ സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അവൻ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ റാം പറയുന്നുണ്ടെങ്കിലും മിയ ചേട്ടാ ഇവന് എന്തിൻ്റെ സൂക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ റാമിന് അതൊന്നും തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ആ സമയത്താണ് നമ്മുടെ റാമിന് മിയയോട് എന്തോ ഒരു സംഭവം ഇല്ലേ എന്ന് നമുക്ക് തോന്നുന്നത്. തുറന്നു പറഞ്ഞില്ലെങ്കിലും റാമിൻ്റെ മനസ്സിൽ മിയോട് എന്തോ ഉണ്ടെന്ന് റാമിന് സ്വന്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇനി അവർ സംസാരിച്ചാൽ ശരിയാവത്തില്ല, അതെനിക്ക് അത്ര സുഖിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റാം നമ്മുടെ മിയെ എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്നുണ്ട്. നേരം വെളുത്തപ്പോൾ മിയയ്ക്ക് മിയയുടെ കാല് തിരിച്ചു കിട്ടും. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും, രാവിലെ കാലിന് കുഴപ്പമൊന്നും കാണത്തില്ല, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അതായത് വൈകുന്നേരം അവളുടെ കാല് മാറിയിട്ട് അതിന് പകരം മീൻ്റെ വാല് വരുമെന്ന്. അപ്പോൾ അവൾ ആലോചിക്കും, ഇങ്ങനെ കാല് മാറി വാലാവാനുള്ള കാരണം, വാല് മാറി കാലാവാനുള്ള കാരണവും DJ ആണെന്ന് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ മുമ്പ് പറഞ്ഞുറപ്പിച്ച പോലെ DJയെ കാണാൻ വേണ്ടിയിട്ട് പോകും. കാരണം അവൾക്ക് കാല് തിരിച്ചു കിട്ടണമല്ലോ. അങ്ങനെ DJ അവിടെ ചെന്ന് കാണും. കണ്ടു കഴിഞ്ഞിട്ട് രണ്ടുപേരും കുറേ റൈഡിലും അതിലും ഇതിലൊക്കെ കാണാനും അങ്ങനെയൊക്കെ ഓരോന്നിലൊക്കെ കയറും. അങ്ങനെ അവർ രണ്ടുപേരോട് ഒരു ജെയിൻ വീലിനകത്തൊക്കെ കയറും. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ മണ്ടയിലെത്തുന്ന സമയത്ത് ജെയിൻ വീല് പണി മുടക്കും. അങ്ങനെ രണ്ടുപേരും മണ്ടയിൽ സ്റ്റക്കാവും. രണ്ടുപേരും നല്ല ഹൈറ്റിലാണ്, സംഭവം വർക്ക് ആവുന്നില്ല. ഇതിനേക്കാളും മിയയ്ക്ക് വേണ്ടി, ഓഹോ എൻ്റെ കാലിപ്പോൾ മാറി വാലാവുമല്ലോ, ഇവനെല്ലാം അറിയുമല്ലോ എന്നുള്ളതായിരുന്നു മിയയുടെ പേടി. അതുകൊണ്ട് തന്നെ ഇവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ച പോലെ തന്നെ അവളുടെ കാല് മാറിയിട്ട് വാലാവും. അപ്പോഴത്തേക്ക് അവൾ ആകെ അയ്യടാന്നായി പോവും. പക്ഷേ അവളുടെ കയ്യിൽ, അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ കയ്യിലൊരു തുണി കരുതിയിട്ടുണ്ടായിരിക്കും. ആ തുണി വെച്ച് അവളുള്ള വാലിൽ തൽക്കാലം DJ കാണാതെ മറച്ചു വെക്കും. അതുകൊണ്ട് എപ്പോഴത്തേം പോലെ തന്നെ റാമിനെ വിളിക്കും. അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മാത്രം അവൾ റാമിനെ ഓർക്കും. റാം പക്ഷേ അതൊന്നും ആലോചിക്കാതെ റാമിൻ്റെ ജോലിയും കളഞ്ഞിട്ട് ചാടി, ചേട്ടാ ഞാൻ പിന്നെ വരാമേന്നും പറഞ്ഞ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകും. അങ്ങനെ ഇവർ രണ്ടുകൂടെ സംസാരിച്ച് കെമിസ്ട്രി ഒക്കെ വർക്കായി. ഇപ്പം കിസ്സടിക്കത്തില്ല, കിസ്സടിക്കത്തില്ല എന്ന് ആ വക്കി എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ റാം അവിടെ പ്രത്യക്ഷപ്പെടും. അവരെ കിസ്സടിക്കാൻ നമ്മുടെ റാം സമ്മതിക്കത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ എന്ന ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ റാം നമ്മുടെ മിയയും തൂക്കിയെടുത്ത് വീട്ടിലോട്ട് പോകും. അവളാണെങ്കിൽ ആകെ കലിപ്പിലായി. ഇവൻ എന്താ ഈ നാശം പിടിച്ചവൻ എന്നെ കിസ്സടിക്കാൻ സമ്മതിച്ചില്ല, എടാ എൻ്റെ കാല് മാറി വാലാവച്ചേ, എൻ്റെ വാല് മാറി കാലാവത്തില്ലായിരുന്നോടാ, നീ എന്താണ് എന്നെ കിസ് ചെയ്യാൻ സമ്മതിക്കാൻ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മിയ ഭയങ്കര വയലൻ്റാവും. നിനക്കപ്പോൾ എനിക്ക് കാല് വരണമെന്ന് ആഗ്രഹമില്ല എന്ന് ഞാനിങ്ങനെ മീനായിട്ട് നീന്തി പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് മിയ ഭയങ്കര വയലൻ്റാവും. റാമിനാണെങ്കിൽ ലവ് വർക്കൗട്ട് ആയതുകൊണ്ട് അതൊന്നും തലേ കയറുന്നില്ല. അങ്ങനെ ഇവർ പിന്നെയും DJ കാണാൻ വേണ്ടിയിട്ട് മിയ പോവും. അങ്ങനെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും. ഇവർ തമ്മിലൊരു ഷോർട്ട് ഫിലിമിൽ, പാട്ടിൽ, അങ്ങനെ എന്ത് മ്യൂസിക്കൽ പരിപാടിയിലൊക്കെ ഇവർ അഭിനയിക്കും. അങ്ങനെ ഇവരുടെ ഭയങ്കര വൈറലാവും. ഇവരുടെ കപ്പിൾ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമാകും, അവർക്ക് ഭയങ്കര ഫാൻസാവും. ഇവരുടെ പാട്ട് എല്ലായിടത്തും വൈറലാവും. ഇവർ ചെയ്യുന്ന യൂട്യൂബിൻ്റെ ചാനലിലെല്ലാം ഭയങ്കര വൈറലാവും. അങ്ങനെ വൈറലായതുകൊണ്ട് തന്നെ ഇവരെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാർ കുത്തി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ അമ്മച്ചി വിളിച്ചുകൊണ്ട് വരും. പക്ഷേ ഇവർ തമ്മിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റാമിന് ഭയങ്കര സങ്കടമാണ്. പക്ഷേ അവൻ അതെല്ലാം മനസ്സിൽ ഒതുക്കി നമ്മുടെ മിയയ്ക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഇവർ പാട്ട് മൂത്ത് രണ്ടുപേരോട് അവിടെ വെച്ച് തന്നെ കിസ് ചെയ്യും. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയും ഇവർ നല്ല കപ്പിൾസാണ്, ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, ഇവർ തമ്മിൽ ലവാണോ
എന്നൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സംശയം തോന്നും. ആ സംശയം ഉറപ്പിക്കുന്ന പോലെ തന്നെ ഇവർ തമ്മിൽ അന്നേരം കിസ് ചെയ്യും. നമ്മുടെ റാമിനെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. റാമിനെ കണ്ടാലേ അറിയാം റാമിന് ഇതൊക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട്. റാമിനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ മിയ ഭയങ്കര ഹാപ്പിനെസ്സാണ്. എൻ്റെ കാല് മാറി ഇപ്പോൾ വാലായിട്ടുണ്ട്, എൻ്റെ വാല് മാറി കാലായി എന്ന് പറഞ്ഞ് പൊക്കി നിൽക്കുമ്പോൾ കിടക്കുന്ന വാല്. അപ്പോഴത്തേക്ക് റാം ശേടാ താത്തിട് എന്ന് പറഞ്ഞ് താത്തിടും. അപ്പോഴത്തേക്കും മിയയ്ക്ക് ഭയങ്കര സങ്കടമാവും. ചേട്ടാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, നീയല്ലേ പറഞ്ഞ കിസ് ചെയ്താൽ വാല് മാറിയിട്ട് കാലാവുന്നുണ്ടെങ്കിൽ എനിക്ക് കാലായില്ലല്ലോ, നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിയ ഭയങ്കര സെഡാവും. അപ്പം നമ്മുടെ റാം പറയും, നീ അത് ഒരു മത്സ്യകന്യകയാണെന്ന് അവൻ അറിയത്തില്ലല്ലോ, നിനക്കൊരു വാലുണ്ടെന്ന് അവൻ അറിയത്തില്ലല്ലോ, ഇതൊന്നും അറിയാതെ അവൻ നിന്നെ ഇഷ്ടപ്പെടുകയല്ലേ, എല്ലാ സത്യവും പറഞ്ഞ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ സ്നേഹം വർക്കൗട്ട് ആവത്തുള്ളൂ എന്നൊക്കെ റാം പറയുന്നുണ്ട്. പക്ഷെ മിയയുടെ മനസ്സിൽ റാം പറയുന്ന ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല. കാരണം മിയയുടെ മനസ്സിൽ എങ്ങനെയും ഇത് ഡി ജെ അറിയിക്കണം, ഡി ജെ അറിഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റാം വെളിപ്പെടുത്തുന്ന സത്യങ്ങളോ അവൻ്റെ സ്നേഹമോ ഒന്നും മിയ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല, അവൾ ആ ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം എങ്ങനെയും എൻ്റെ കാല് തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് നമ്മുടെ മിയ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാം പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിട്ട് ഡി ജെയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. പിറ്റേന്ന് നമ്മുടെ ഡി ജെ നമ്മുടെ മിയയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഡി ജെ അവൻ്റെ മനസ്സ് തുറന്ന് നമ്മുടെ മിയയെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഈ സമയത്ത് മിയ വിചാരിക്കും, ഇവൻ എന്നോട് ദിവ്യപ്രേമമാണ്, ഇപ്പം ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെല്ലാം മനസ്സിലാവുന്നത്. പിന്നെ അവൾ തന്നെ ഓർക്കും സന്ധ്യയായി, ഇനിയിപ്പോൾ ഇവനോട് പറയണ്ട, ഇനിയിപ്പോൾ ഡി ജെ എല്ലാം കണ്ട് തന്നെ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ മിയ അങ്ങോട്ട് മാറിയിരിക്കും. എന്നിട്ട് ഇവളുടെ കാല് വാലാവുന്നത് ഡി ജെക്ക് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ അവന് ദിവ്യപ്രേമം വരുമെന്നൊക്കെയായിരുന്നു നമ്മുടെ മിയയുടെ വിചാരമെങ്കിലും ഡി ജെ ഇത് കണ്ടപ്പോൾ തന്നെ, എൻ്റെ അമ്മച്ചി നിനക്ക് പ്രേതവാ, നിനക്ക് എന്തോ വാല് വരുന്നത്, നീ പിശാചാണ്, നിനക്കിപ്പോൾ എന്താണ്ട് അസുഖമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡി ജെ ജീവനും കൊണ്ട് ഓടിത്തള്ളും. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ മീയുടെ ചങ്ക് തകരും. ഷെഡാ ഇവനോട് ദിവ്യപ്രേമം അല്ലായിരുന്നോ, ഇവനുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് മിയയെ ഭയങ്കര ഡിപ്രഷനിലാവും. അപ്പം മിയയുടെ അമ്മ വരും. മിയയുടെ അമ്മയ്ക്ക് അറിയത്തില്ല മിയയുടെ വാല് കാല് വാലാണെന്ന്. അതുകൊണ്ട് തന്നെ മിയയുടെ അമ്മ പോയിട്ട് മത്സ്യകന്യകയുടെ ഒരു കളിപ്പാട്ടവും മാലയും ഒക്കെ ഇവള് പോലും അറിയാതെ, ഇവള് മത്സ്യകന്യകയാണെന്ന് അറിയാതെ ഇവളുടെ അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മിയയാണെങ്കിൽ തൽക്കാലം അമ്മയടുത്തൊന്നും പറയണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ അമ്മ ഇവൾക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. കാരണം മിയ ഒരു സംശയം ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ഇത്ര സ്നേഹിച്ച് കെട്ടിയിട്ടെന്ന്. അപ്പം മിയയുടെ അമ്മ പറയും, ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഇടയ്ക്ക് പ്രണയം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. മോൾക്ക് എന്നെപ്പോലെ ഒരിക്കലും പറ്റരുത്, അമ്മയ്ക്ക് പറ്റിയ പോലെ മോൾക്ക് ഒരിക്കലും പറ്റരുത്, മോളുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിയയുടെ അമ്മ മിയയെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മിയയ്ക്ക് ഭയങ്കര സങ്കടമാണ് വരുന്നത്. കാരണം അവളുടെ സോൾമേറ്റ് ആണെന്ന് കരുതിയ ആൾ അവളെ വിട്ടിട്ട് പോയി, അവൾ സ്വന്തം രൂപം എന്തുവെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ അംഗീകരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ മിയയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അങ്ങനെ മിയ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് വന്ന് റാമിനോട് പറയുകയാണ്, അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു, അവൻ എന്നെ കണ്ടപ്പോൾ പേടിച്ചോടി, അവൻ എന്നോട് ഒരിക്കലും സ്നേഹം ഉണ്ടായിട്ടില്ല, സ്നേഹം എന്ന് പറയുന്ന വികാരമില്ല എന്നൊക്കെ പറഞ്ഞ് മിയ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം മിയയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അമ്മയുടെ സൈഡിൽ നിന്നുള്ളതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ റാം പറയുന്നുണ്ട്, ആര് പറഞ്ഞു അങ്ങനെ നിന്നെ സ്നേഹിക്കുന്ന ആരും വരത്തില്ല എന്ന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ ഇനി മത്സ്യകന്യകയല്ല, നീ ഇനി ആരാന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ റാം തുറന്നു പറയുന്നുണ്ട്. റാമിൻ്റെ തുറന്ന് പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മിയയ്ക്ക് സന്തോഷമല്ല സങ്കടമാണ് വരുന്നത്. കാരണം ഒന്നാമത് ഇവൾ ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവന് ഫ്രണ്ടായിട്ടേ അവൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെയുള്ളവൻ അവളെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ട്, ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫ്രണ്ടിനെ പോലെ, നീ എനിക്കൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാമിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ റാം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മിയയും റാമും ഒന്നിച്ചുള്ള ഫോട്ടോയൊക്കെ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കാണാൻ ഡി ജി ഒരു ബൊക്കെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മിയ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തൊരു ദുഷ്ടനാണ്, അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ട് നീ അവളെ സ്നേഹിച്ചില്ലല്ലോ, നിന്നോടുള്ള സങ്കടം കാരണം അവൾ ഇവിടെ നിന്ന് പോയി, അവളുടെ സങ്കടം സഹിക്കാൻ പറ്റാതെ അവൾ മത്സ്യകന്യകളുടെ ലോകത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റാമിൻ്റെ എല്ലാ സത്യങ്ങളും ഡി ജെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഡി ജി ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. കാരണം ഡി ജിക്ക് അവളോട് യഥാർത്ഥത്തിലുള്ളൊരു പ്രണയം വന്നിട്ടുണ്ട്. ഇതൊന്നും അവൾ അറിയുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഡി ജി അവിടെ എത്തിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇനി മത്സ്യകന്യകയല്ല, ആരാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് തമ്മിൽ കിസ് ചെയ്യാം, അപ്പം നിൻ്റെ ഈ ശാപം വിട്ടുപോകും എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് മറ്റേ അമ്മച്ചി വന്നിട്ട് പറയും, നീ അവളെ കിസ് ചെയ്താൽ ശാപം പോവും, പക്ഷെ നീ ഒരു മത്സ്യകന്യകനാവും എന്ന് പറയും.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീക്കും അറിയത്തില്ലായിരുന്നു അങ്ങനെയുള്ളൊരു സത്യം. അപ്പോഴാണ് കഥ പറയുന്നത് ആ ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആ പെണ്ണ് മത്സ്യകന്യകയായിരുന്നു. ആ പെണ്ണിനെ കിസ് ചെയ്ത സമയത്ത് ആ ചെറുക്കൻ മത്സ്യകന്യകനായിട്ട് പെണ്ണ് മനുഷ്യനായി മാറിയത്. അത് കേൾക്കുമ്പോഴത്തേക്കും മിയ അയ്യോടാന്ന് ആയിപ്പോവും. അതേപോലെ DJ പറയും, എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് ഒന്ന് സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാണ്, നിന്നെ വേണമെങ്കിൽ ഞാൻ സ്വീകരിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് മത്സ്യകന്യകനൊന്നും ആയിട്ട് മാറാനൊന്നും പറ്റത്തില്ല, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഡിജെയുടെ പാടൊക്കെ പോകും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇത് ലവൊന്നും അല്ല, ഇത് സെറ്റാവത്തില്ല എന്ന്. അങ്ങനെ അവൾ ആ മത്സ്യകന്യകയുടെ ലോകത്ത് ഒറ്റപ്പെട്ട ആരുമില്ലാതെ ആരുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുക. കാരണം ആരുമില്ല, വീട്ടിലായിട്ട് ആരുടെയും കണക്ഷൻ ഇല്ല, ആരുമില്ല, ആകെ ഉണ്ടായിരുന്ന റാമും ഇല്ല. അപ്പം കാണാൻ ഒരു പന്ത് പറഞ്ഞു, ആരുടെ അത് എന്ന് പറഞ്ഞ് നമ്മുടെ മിയ നോക്കിയപ്പോൾ റാം വന്നോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിൽ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാണുന്നത്. അത് കണ്ടപ്പോൾ മിയക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ റാമും മത്സ്യകന്യകനായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവളെ വിട്ടു പിരിയാൻ പറ്റാത്ത സങ്കടത്തിൽ അവനും പോയിട്ട് അന്ന് മിയ എടുത്ത് ആ കല്ലെടുക്കും. ആ കല്ലെടുത്തോണ്ടുള്ള ശാപം കാരണം നമ്മുടെ റാമും മിയ മത്സ്യകന്യക ആയതുപോലെ നമ്മുടെ റാമും അത്രയും ജെല്ലി ഫിഷുകളുടെ ഇടയ്ക്ക് നിന്നൊരു മത്സ്യകന്യകനായിട്ട് മാറുക. റാമിനത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ മിയയായിട്ടൊരു ലൈഫ് ഇനി സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും മിയക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവൾക്ക് വേണ്ടിയിട്ട് അവൻ അവൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തൊരു മത്സ്യകന്യകനായി ഇനിയിപ്പോൾ ഉള്ള ജീവിതം മൊത്തം ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. മത്സ്യകന്യകനായിട്ട് ജീവിച്ചാലും വേണ്ട, എനിക്ക് നിൻ്റെ കൂടെ ഒരു ലൈഫ് സ്പെൻഡ് ചെയ്താൽ മതി, എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ മിയയ്ക്ക് ഒരിക്കലും റാമിനെ ഒരു ലവറായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കാലം ഫ്രണ്ടായിട്ടിരുന്ന ഒരാളെ പെട്ടെന്നൊരു നിമിഷത്തിൽ ലവറായിട്ട് കാണാൻ മിയയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. എപ്പോഴാണോ നമ്മുടെ ഇടയ്ക്ക് ഫീലിങ്സ് വരുന്നത് അന്ന് നമുക്ക് നമ്മുടെ ലവ് പുറത്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിയയും നമ്മുടെ റാമും കൂടെ അവിടെയെല്ലാം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം ഭയങ്കരമായിട്ട് കളിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യും. അവർ ഒന്നിച്ച് സന്തോഷത്തോടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെതുക്കെ നമ്മുടെ റാമിൻ്റെ കഷ്ടപ്പാടും അവൻ്റെ സ്നേഹവും എല്ലാം കണ്ട് നമ്മുടെ മിയയ്ക്ക് നമ്മുടെ റാമിനോട് പ്രേമം തോന്നുകയാണ്. അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ തമ്മിൽ കിസ് ചെയ്യാണ്. ശാപം മാറിയോ, ശാപം മാറിയില്ലേ, എന്താണ് പിന്നെ നടന്നത് എന്നുള്ളതെല്ലാം ഒരു സസ്പെൻസ് ആക്കിക്കൊണ്ടാണ് ഈ സിനിമ തരുന്നത്. എന്തായിരിക്കും ബാക്കി സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് അവർ ശാപം മാറിയോ ഇല്ലെങ്കിൽ മനുഷ്യരായിട്ട് ജീവിച്ചോ മീനായിട്ട് തന്നെ തുടർന്നോ എന്നൊക്കെയുള്ളത് നമ്മുടെ സങ്കല്പത്തിന് വിട്ടുതന്നുകൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു ചിത്രത്തിലൂടെ തിരിച്ചു വരാം. ഇനി ഇടുന്ന വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക.